ആരെ ജീവിതത്തോട് ചേർത്ത് വെക്കണം, എന്തിനോട് ചേർന്ന് നിൽക്കണം? പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാതെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കാൻ കഴിയുകയില്ല. ദൈവവുമായിട്ടുള്ള വ്യക്തിബന്ധം ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ അടിസ്ഥാനമാണ്. നീ ദൈവത്തോട് എത്രമാത്രം ഒട്ടി നിൽക്കുന്നുവോ, ദൈവസ്നേഹത്തിൽ എത്രമാത്രം ചേർന്ന് നിൽക്കുന്നുവോ, ആ ദൈവവുമായിട്ട് ഒട്ടി നിൽക്കുന്നവന് കിട്ടുന്ന ഒരു കൃപയുണ്ട്. അല്ലെങ്കിൽ മുന്തിരിച്ചെടിയെ പോലെ ചേർന്ന് നിൽക്കാതെ ദൈവത്തെ ചേർത്ത് വെക്കാതെ ജീവിതത്തിൽ ഒരിക്കലും അനുഗ്രഹം ഉണ്ടാവുകയില്ല. ചില ജീവിതങ്ങളുടെ പ്രത്യേകതയുണ്ട്. നമ്മുടെ കൂട്ടുകെട്ടുകളും നമ്മുടെ ബന്ധങ്ങളും ഒക്കെ ഈ പാപവുമായിട്ട് തന്നെയാണ്. പാപവുമായിട്ട് ബന്ധം സ്ഥാപിക്കുമ്പോൾ പാപത്തിന്റെ വേദന ഉണ്ട്, മരണം തന്നെ, തകർച്ച. ഈ പാപവുമായിട്ട് ചേർന്ന് നിൽക്കുക, പാപ സാഹചര്യങ്ങൾ മുഴുകി നിൽക്കുക, പാപവുമായിട്ട് ഒരു ബന്ധപ്പെട്ട് നിൽക്കുക. അതുകൊണ്ടാണ് ബൈബിൾ വേശ്യയുമായിട്ട് വേഴ്ച നടത്തുന്നവൻ അവളോട് ഏക ശരീരമായി തീരും. അപ്പൊ അവന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് ഈ അരൂപിയാണ്. ധൂർത്തപുത്രന്റെ ഉപമയെ കാണുന്നുണ്ട്. ധൂർത്തപുത്രൻ ചെന്ന് പെടുന്ന ഒരു കൂട്ടായ്മയുണ്ട്. അവൻ മൂത്തപുത്രൻ തന്നെ പറയുന്നുണ്ട്, വ്യഭിചാരികളുമായിട്ട് ചേർന്ന് എല്ലാം നശിപ്പിക്കുക. അപ്പൊ അവന്റെ നാശത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ തെറ്റായ ബന്ധമാണ്. ദൈവം അനുവദിച്ചിട്ടില്ലാത്ത ബന്ധങ്ങൾ താലോലിക്കാൻ തുടങ്ങുമ്പോൾ കാലക്രമത്തിന്റെ കുടുംബജീവിതം തകരാൻ തുടങ്ങും. ഈശോ മിശിഹായിൽ എത്രയോ സ്നേഹം നിറഞ്ഞവരെ, ആരെ ജീവിതത്തോട് ചേർത്ത് വെക്കണം, എന്തിനോട് ചേർന്ന് നിൽക്കണം, ഇത് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 4-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരമാണ് എഴുതി വച്ചിരിക്കുന്നത്: മുന്തിരിച്ചെടിയിൽ നിലനിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാതെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കാൻ കഴിയുകയില്ല. അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കാതെ ജീവിതത്തിന് അർത്ഥമുണ്ടാവുകയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ യാക്കോബിന്റെ ലേഖനത്തിന്റെ 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോട് ചേർന്ന് നിൽക്കും. അല്ലെങ്കിൽ 1 കൊരിന്ത്യർ 6:17, കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏക ആത്മാവായി തീരും. ഇങ്ങനെയൊക്കെ ബൈബിളിൽ എഴുതിയിരിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള വ്യക്തിബന്ധം ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ അടിസ്ഥാനമാണ്. നീ ദൈവത്തോട് എത്രമാത്രം ഒട്ടി നിൽക്കുന്നുവോ, ദൈവസ്നേഹത്തിൽ എത്രമാത്രം ചേർന്ന് നിൽക്കുന്നുവോ, ആ ദൈവവുമായിട്ട് ഒട്ടി നിൽക്കുന്നവന് കിട്ടുന്ന ഒരു കൃപയുണ്ട്. നിന്റെ ജീവിതത്തിൽ ദൈവവുമായിട്ട് ചേർന്ന് നിൽക്കുക, ദൈവത്തെ സ്വന്തമാക്കുക, ഇതൊരു ദാഹമായിട്ട് മാറുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്ന ഒരു മേഖലയുണ്ട്. ഇനി രണ്ടാമത്തെ അടുത്തൊരു മേഖലയാണ്, എന്തിൽ നിന്നാണ് നമ്മൾ ഒഴിവായിട്ട് നിൽക്കേണ്ടത്. ചില കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഊട്ടി ഒളിക്കണം. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത് 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ 8-ാമത്തെ തിരുവചനം, വ്യഭിചാരികളുമായിട്ട് സമ്പർക്കം അരുത്. 1 കൊരിന്ത്യർ 6:11, അസന്മാർഗികയോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധനോ പരിതകർഷകനോ മദ്യപനോ ഇവരുമായിട്ട് സംസർഗം പോലും പാടില്ല. ഇങ്ങനെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വീണ്ടും പറയുന്നുണ്ട്, വ്യഭിചാരത്തിൽ നിന്ന് ഓടി ഒളിക്കണം, മദ്യപാനിയുമായിട്ട് കൂട്ടിച്ചേരുന്നത്. ഇങ്ങനെയൊക്കെ ബൈബിളിൽ എഴുതി വെക്കുമ്പോൾ നമ്മളെ ജീവിതത്തിൽ ഈ പാപത്തെ ചേർത്ത് വെക്കാൻ തുടങ്ങുമ്പോൾ, പാപവുമായിട്ട് സന്ധി ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ജീവിതത്തിന്റെ നാശം ആരംഭിക്കും. അതുകൊണ്ടാണ് ഈ മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കാതെ ശാഖയ്ക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ മുന്തിരിച്ചെടിയെ പോലെ ചേർന്ന് നിൽക്കാതെ ദൈവത്തെ ചേർത്ത് വെക്കാതെ ജീവിതത്തിൽ ഒരിക്കലും അനുഗ്രഹം ഉണ്ടാവുകയില്ല. ചില ജീവിതങ്ങളുടെ പ്രത്യേകതയുണ്ട്. നമ്മുടെ കൂട്ടുകെട്ടുകളും നമ്മുടെ ബന്ധങ്ങളും ഒക്കെ ഈ പാപവുമായിട്ട് തന്നെയാണ്. പാപവുമായിട്ട് ബന്ധം സ്ഥാപിക്കുമ്പോൾ പാപത്തിന്റെ വേദന ഉണ്ട്, മരണം തന്നെ, തകർച്ച. ഈ പാപവുമായിട്ട് ചേർന്ന് നിൽക്കുക, പാപ സാഹചര്യങ്ങൾ മുഴുകി നിൽക്കുക, പാപവുമായിട്ട് ഒരു ബന്ധപ്പെട്ട് നിൽക്കുക. അതുകൊണ്ടാണ് ബൈബിൾ വേശ്യയുമായിട്ട് വേഴ്ച നടത്തുന്നവൻ അവളോട് ഏക ശരീരമായി തീരും. അപ്പൊ അവന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് ഈ അരൂപിയാണ്. ധൂർത്തപുത്രന്റെ ഉപമയെ കാണുന്നുണ്ട്. ധൂർത്തപുത്രൻ ചെന്ന് പെടുന്ന ഒരു കൂട്ടായ്മയുണ്ട്. അവൻ മൂത്തപുത്രൻ തന്നെ പറയുന്നുണ്ട്, വ്യഭിചാരികളുമായിട്ട് ചേർന്ന് എല്ലാം നശിപ്പിക്കുക. അപ്പൊ അവന്റെ നാശത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ തെറ്റായ ബന്ധമാണ്. ചില വീടുകളിലെ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകാൻ കാരണം ചില തെറ്റായ ബന്ധങ്ങളാണ്, ചില കൂട്ടുകെട്ടുകളാണ്, ചില പാപബന്ധം സ്ഥാപിക്കുന്നതാണ്. ദൈവം അനുവദിച്ചിട്ടില്ലാത്ത ബന്ധങ്ങൾ താലോലിക്കാൻ തുടങ്ങുമ്പോൾ കാലക്രമത്തിന്റെ കുടുംബജീവിതം തകരാൻ തുടങ്ങും. ദൈവം അനുവദിക്കാത്ത സുഖങ്ങൾക്ക് പിന്നാലെ നീ ഓടാൻ തുടങ്ങുമ്പോൾ നിന്റെ തകർച്ച ആരംഭിക്കും. ചില കൂട്ടുകെട്ടുകളുണ്ട്, മദ്യപിക്കാൻ വേണ്ടി മാത്രമുള്ള കൂട്ടുകെട്ടുകളുണ്ട്, വ്യഭിചാര ബന്ധങ്ങളുണ്ട്, അല്ലെങ്കിൽ പാപസുഖത്തിന് വേണ്ടിയുള്ള ബന്ധങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ബന്ധങ്ങളുടെ പരിണിത ഫലമാണ് അവന്റെ കുടുംബ കാലക്രമത്തിൽ ക്ഷയിക്കാനായിട്ട് തുടങ്ങും. ബൈബിളിലെ സങ്കീർത്തനത്തിന്റെ പുസ്തകം
ഒന്നാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വചനം തന്നെ പറയുന്നത് ആരുമായിട്ട് ചേരണം, എങ്ങനെയായിരിക്കണം ഒരു ദൈവഭക്തന്റെ ജീവിതത്തിന്റെ ബന്ധങ്ങളെന്ന് കൃത്യമായിട്ട് സങ്കീർത്തനത്തിന്റെ പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. അതായത് ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴികളിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അപ്പോൾ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്, ദുഷ്ടരുടെ അവനെ നയിക്കേണ്ടത് ഒരിക്കലും നമ്മളെ നയിക്കേണ്ട ഉപദേശം പാപത്തിന്റെ ഉപദേശമല്ല. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ, പാപം ചെയ്യുന്നവരുമായിട്ടുള്ള ബന്ധങ്ങൾ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ, ഇതൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ചില വ്യക്തികളുടെ ഭാഗ്യം എന്ന് പറയുന്നത് അവർക്ക് ഈ പാപ ബന്ധം സ്ഥാപിക്കാൻ പറ്റത്തില്ല. എല്ലാവരും പാപം ചെയ്യുന്നത് പോലെ അവർക്ക് പാപം ചെയ്യാൻ പറ്റിയല്ല. എല്ലാവരുമായിട്ടുള്ള അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന പോലെ ജീവിക്കാൻ പറ്റിയല്ല. അവർക്കറിയാം എന്തോ ഒരു അഭിഷേകം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ ഈ പാപവുമായിട്ട് ചേർന്ന് നിൽക്കാൻ പറ്റിയല്ല. അതുകൊണ്ടാണ് വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 13-ാം അധ്യായം 1-ാമത്തെ തിരുവചനം, അഹങ്കാരിയോട് അടുക്കുന്നവൻ അവനെ പോലെ ആയിത്തീരും. അപ്പോൾ അഹങ്കാരമുള്ളൊരു വ്യക്തിയായിട്ടാണ് നമ്മുടെ ബന്ധമെങ്കിലോ അഹങ്കാരിയോട് അടുക്കുന്നവൻ അവനെ പോലെ ആയിത്തീരും. അസൂയുള്ള ഒരു വ്യക്തിയുമായിട്ട് ബന്ധമാണെങ്കിലോ അവനെ പോലെ ആയിത്തീരും. അപ്പൊ പാപിയുമായിട്ട് സഹകരിക്കുകയും പാപത്തിൽ മുഴുകുകയും ചെയ്യുന്നവരോട് ആർക്കും സഹതാപം ഉണ്ടാവുകയില്ലെന്ന പ്രഭാഷകന്റെ ഒരു വചനമുണ്ട്. അപ്പൊ പാപവുമായിട്ട് ബന്ധം സ്ഥാപിക്കുക. പ്രിയപ്പെട്ടവരെ, ജീവിതത്തില് കൃപ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മേഖലയാണ്. അതായത് കൃപയുള്ളവനോട് ചേർന്ന് നിൽക്കുമ്പോൾ കൃപ വർദ്ധിക്കാൻ തുടങ്ങും. അപ്പൊ ഒന്ന് ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ടതാണ്. അതായത് ഏലിയായോട് ചേർന്ന് നിൽക്കുന്ന എലീഷായുടെ ബന്ധമുണ്ട്. അതിന്റെ ബാക്കി എന്താണ്? ഏലീഷായ്ക്ക് കിട്ടുന്ന ഏലിയായുടെ അഭിഷേകത്തിന്റെ ഇരട്ടി പങ്കാണ്. ഒരു വിശുദ്ധനുമായിട്ട് ബന്ധം സ്ഥാപിച്ചാലോ, അതല്ലെങ്കിൽ ഡൊമിനിക് സാവിയോ ഡോൺ ബോസ്കോയുടെ ഓറട്ടറിയിലാണ് താമസിക്കുന്നത്. 2 വിശുദ്ധരാണ് ഒരു സ്ഥലത്ത് താമസിക്കുന്നത്. അതിൻ്റെതായ അവരുടെ അഭിഷേകമുണ്ട്. ഒരു വിശുദ്ധനുമായിട്ട്, ഒരു പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന വ്യക്തിയുമായിട്ട്, ദൈവാനുഭവമുള്ള ഒരു വ്യക്തിയുമായിട്ട് നീ ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നിന്റെ ഉള്ളിലേക്ക് കൃപ വർദ്ധിക്കാൻ തുടങ്ങും. അതാണ് ഏലിയായുടെ പിന്നാലെ എലീഷ നടക്കുന്നതിന്റെ കാരണം. ഏലിയായ്ക്ക് ഒരു അഭിഷേകം ഉണ്ടെന്ന് എലീഷയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് എല്ലാവരും നിർബന്ധിക്കുമ്പോൾ നീ അവനിൽ നിന്ന് എടുക്കപ്പെടും. ഏലിയ പറയുന്നുണ്ട്, എന്നെ വിട്ടുപോവുക. എലീഷ വിട്ടുപോകാത്തതിന്റെ കാരണം അഭിഷേകമുള്ള ഒരാളുടെ കൂടത്ത് നിൽക്കുകയാണ്. അഭിഷേകമുള്ള ഒരാളുടെ കൂടത്ത് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു അഭിഷേകമുണ്ട്. അഭിഷേകമുള്ള ഒരാളുടെ കൂടത്ത് നിൽക്കുന്ന ഒരു കൃപയുണ്ട്. ജീവിതത്തിൽ ദൈവവുമായിട്ട് ഒട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പിന്നാലെ നടക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന കൃപയാണ്. ഈ കൃപ ചോർന്നു പോകുന്ന മേഖലയുണ്ട്. കൃപയില്ലാത്തവനോട് ചേർന്നാലോ, ദൈവകൃപയില്ലാത്തവനോട് ചേർന്ന് കഴിഞ്ഞാൽ നിനക്കുള്ള ഒരു കൃപയും പോകും. നീ ഒരു അഭിഷേകമുള്ള ഒരു വ്യക്തിയാണ്, നിനക്ക് ഒത്തിരി അധികം ആത്മീയ ശക്തിയുണ്ട്. നീ ഒരു കൃപയില്ലാത്ത ഒരു വ്യക്തിയുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ തുടങ്ങിയാൽ കാലക്രമത്തിൽ നിന്റെ കൃപ നഷ്ടപ്പെടാൻ തുടങ്ങും. അപ്പം അതുകൊണ്ട് ഈ ദൈവകൃപ നഷ്ടപ്പെടാതിരിക്കട്ടെ. കൃപയുള്ളവരോട് ചേർന്ന് നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അഭിഷേകം വർദ്ധിക്കും. അതുകൊണ്ട് വീണ്ടും രണ്ടാമതായിട്ട് ഓർക്കുക, ചില ബന്ധങ്ങളുടെ പിന്നാലെ ഓടാൻ തുടങ്ങുമ്പോൾ നാശം ആരംഭിക്കും. കുടുംബജീവിതം തകർക്കുന്ന ചില ബന്ധങ്ങളുണ്ട്. ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിത പങ്കാളിയല്ലാത്ത വേറൊരു വ്യക്തിയെ ജീവിത പങ്കാളിയുടെ സ്ഥാനത്ത് കാണാൻ തുടങ്ങുമ്പോൾ തന്നെ തകർച്ച ആരംഭിക്കും. മറ്റ് ബന്ധങ്ങളുടെ പിന്നാലെ പോവുക, അത് കുടുംബജീവിതത്തിന്റെ തകർച്ചയാണ്. ചില ബന്ധങ്ങൾ നാശത്തിലേക്ക് പോകും. ദൈവം അനുവദിക്കാത്ത ബന്ധങ്ങളുണ്ട്. അല്ലെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരിക്കലും സ്ഥാപിക്കാൻ പാടില്ലാത്ത ബന്ധമുണ്ട് ദൈവവിശ്വാസം ഇല്ലാത്തവരുമായിട്ട്. അതുകൊണ്ടാണ് അവിശ്വാസിയുമായിട്ട് നീ കൂട്ടുചേരരുത് എന്ന് പറയുന്ന ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പോൾ ചില ബന്ധങ്ങൾ നീ സ്ഥാപിച്ചു കഴിയുമ്പോൾ, നീ ജീവിതത്തിൽ ആ വ്യക്തിയെ നിന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് സ്വീകരിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ കൃപ നഷ്ടപ്പെട്ടു പോകും. മൂന്നാമതായിട്ട് ജീവിതത്തിൽ വളർത്തുന്നവരുണ്ട്, നമ്മളെ നശിപ്പിക്കുന്നവരുണ്ട്. അവരെ തിരിച്ചറിയുക. ചില വ്യക്തികൾ നമ്മളെ വളർത്തുന്നവരാണ്, ചില വ്യക്തികൾ നമ്മളെ നശിപ്പിച്ച് കളയുന്നവരാണ്. അത് നമ്മൾക്ക് പൂർണ്ണമായിട്ട് വിവേചിച്ചറിയാനായിട്ട് കഴിയുക. നമ്മളെ വളർത്തുന്ന അനേകം പേരുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ വളർത്തുന്നവരുണ്ട്, നമ്മുടെ ആത്മീയ ജീവിതം വളർത്തുന്നവരുണ്ട്, നമ്മുടെ അഭിഷേകം വളർത്തുന്നവരുണ്ട്. എന്നാൽ നമ്മുടെ ഉള്ളിൽ അഭിഷേകം കെടുത്തിക്കളയുന്നവരുണ്ട്, നമ്മളെ ആത്മീയമായിട്ട് തകർത്ത് കളയുന്നവരുണ്ട്, നമ്മുടെ ദൈവസ്നേഹത്തിൽ നിന്ന് മാറ്റിക്കളയുന്നവരുണ്ട്. ഇവരെ വിവേചിച്ചറിയാനായിട്ട് കഴിയുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒന്നാമതായിട്ട് ദൈവകൃപയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് കഴിയണം. കൃപയുള്ളവനോട് ചേർന്ന് നിന്നാൽ നിന്റെ ജീവിതത്തിൽ കൃപ വർദ്ധിക്കാൻ തുടങ്ങും. നീ ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ട ചില പാപമേഖലകളുണ്ട്. പാപബന്ധങ്ങളെ ഉപേക്ഷിക്കാനായിട്ട് കഴിയുക.
മൂന്നാമതായിട്ട് നിന്നെ വളർത്തുന്നവരുണ്ട്, നിന്നെ നശിപ്പിക്കുന്നവരുണ്ട്. അത് നിനക്ക് വിവേചിച്ചറിയാനായിട്ട് കഴിയണം. ജീവിതത്തിൽ നിന്നെ വളർത്തുന്ന ബന്ധങ്ങളാണോ, നിന്നെ നിന്നെ ജീവിതത്തിൽ ദൈവത്തോട് അടുപ്പിക്കുന്നവരാണോ, നിന്റെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങൾക്കും നിന്നെ സഹായിക്കുന്നവരാണോ എന്ന് ആത്മശോധന ചെയ്യണം. അപ്പൊ അങ്ങനെയില്ല എങ്കിൽ ഒരുപക്ഷെ നിന്നെ വളരെയധികം നാശത്തിലേക്ക് നയിക്കും. നമുക്ക് ഈ ഒരു വചനഭാഗത്തെ ഒരിക്കൽ കൂടി കൊണ്ടുവരാം. അതായത് ഞാൻ ഇന്ന് എന്തിനോടാണ് ഒട്ടി നിൽക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ആരെ ചേർത്ത് വെക്കേണ്ടവരാണ്? ഞാൻ ചേർത്ത് വെക്കേണ്ട വ്യക്തിയാണ്, ദൈവത്തെ മുറുകെ പിടിക്കേണ്ട വ്യക്തിയല്ലേ, ദൈവത്തോട് ചേർന്നിരിക്കേണ്ട വ്യക്തിയല്ലേ? അങ്ങനെ ജീവിക്കുമ്പോൾ കിട്ടുന്ന ഒരു അഭിഷേകമില്ലേ, അത് നഷ്ടപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ദൈവത്തെ സ്വന്തമാക്കാനും ജീവിതത്തിന് അർത്ഥമുണ്ടാകുവാനും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്ത് കർത്താവിൻ്റെ കൃപ നമ്മളിലേക്ക് ചൊരിയപ്പെടുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈശോയുടെ കുരിശിന്റെ സംരക്ഷണവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.